റിപ്പോർട്ടർ ഇമ്പാക്ട്. കോഴിക്കോട് NGO ക്വാർട്ടേഴ്സിലെ റേഷൻ കടയിൽ നമ്മൾ നേരത്തെ കണ്ട പുഴുവരിച്ച അരിയില്ലേ, അതിൽ ഇടപെട്ടിരിക്കുന്നു റേഷനിംഗ് ഇൻസ്പെക്ടർ. അരി മാറ്റി നൽകുമെന്ന് റേഷനിംഗ് ഇൻസ്പെക്ടർ അറിയിച്ചു. സിനോജ് തോമസ്, ഉടനടി ഇടപെടൽ അതുണ്ടായിരിക്കുന്നു. നമ്മൾ അദ്ദേഹത്തെ ഫോൺ വിളിച്ചപ്പോൾ അദ്ദേഹം എടുത്തില്ല. എങ്കിൽ കുറച്ചുകൂടി നേരത്തെ ഇടപെടൽ ഉണ്ടായേനെ. ഈ അരി മുഴുവൻ അത്രയും സിനോജ് എണ്ണി തിട്ടപ്പെടുത്തിയ ചാക്കുകളെല്ലാം അവിടെ നിന്ന് മാറ്റുമോ ഉടൻ? സുജയ പാർവതി, ഞാൻ ആ കടയുടെ മുന്നിൽ തന്നെയാണുള്ളത്. അതായത് നമ്മൾ ഫോൺ വിളിച്ച സമയത്ത് അവർ എടുത്തില്ല. പക്ഷേ ഞാൻ തുടർച്ചയായിട്ട് ലൈവിന് ശേഷം തുടർച്ചയായിട്ട് ഫോൺ വിളിച്ചു. അതിൽ റേഷനിംഗ് ഇൻസ്പെക്ടർ ഫോൺ എടുത്തപ്പോൾ ആ മേഡം പറഞ്ഞത് ഞാൻ ഈ കാര്യങ്ങളൊന്നും തന്നെ അറിഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ കടയിലുണ്ടായിരുന്ന ആ ചേച്ചി പറഞ്ഞത് വിളിച്ച് പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ സിറ്റി റേഷൻ ഓഫീസറെ ഞാൻ വിളിച്ചു. ആ ഘട്ടത്തിൽ സിറ്റി റേഷൻ ഓഫീസർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ റേഷൻ കട വഴി കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം ഫോർട്ടിഫൈഡ് അരി, അതായത് സമ്പുഷ്ടീകരിച്ച അരി വിതരണം ആരംഭിച്ചിരുന്നു. അതുകൊണ്ട് ആ വിതരണം തുടങ്ങിയ ഘട്ടത്തിൽ അതിന് മുൻപ് വന്ന അരിയൊക്കെ തന്നെ ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്നു. അത്തരം അരികൾ ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് കൊണ്ട് തന്നെ മാർച്ച് 31 തന്നെ വിറ്റഴിക്കണമെന്ന നിർദ്ദേശം വന്നു. അങ്ങനെ അവിടെ കിടന്ന അരിയെടുത്ത് റേഷൻ കടയിലേക്ക് നൽകിയതാണ്. മറ്റ് കടകളിൽ നിന്നും ഈ സമാനമായ രീതിയിൽ പരാതി വന്നിട്ടുണ്ട്. ഉടനെ തന്നെ റേഷൻ മാറ്റി നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ റേഷൻ കട നടത്തുന്നത് തന്നെ NGO ക്വാർട്ടേഴ്സ് റിക്രിയേഷൻ വെൽഫെയർ ക്ലബ്ബാണ്. അതിൻ്റെ ഭാരവാഹികൾ ഇവിടെയുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. കാരണം ഈ റേഷൻ കടയുടെ ഔദ്യോഗികമായ ഭാരവാഹികളാണ്. നിങ്ങൾ ഏതെങ്കിലും തരത്തിലവരും ബന്ധപ്പെട്ടിരുന്നോ? പറഞ്ഞു. ഇങ്ങനെ അവർ വിളിച്ചായിരുന്നു. വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ സ്ഥലത്തില്ല, ഞാനിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ നോക്കിയിട്ട് വിവരം അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മോശരി ഒരിക്കലും കൊടുക്കരുത്, ആരും കൊടുക്കരുതെന്നോ ആരും കൊടുത്ത് നോട്ട് ഫോർ സെയിൽ എന്ന രീതി മാറ്റി വെക്കാനാണ് സ്വാഭാവികമായിട്ട് അവർ പറയുക. അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യാറും. പക്ഷേ ഇത് വാങ്ങിയ ആളുകളാണ് നമ്മുടെ അടുത്ത് പരാതി കേട്ടോ വന്നത്. ആളുകളെന്നല്ല, ഒരാളെ ഇപ്പം പരാതി പറഞ്ഞിട്ടുള്ളൂ. ഫ്രാൻസിസ് 3 കിലോ അരി കിട്ടുകയും ചെയ്തു. നിങ്ങൾക്ക് അരി അരി കിട്ടിയിരുന്നു. അല്ല, ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇത് കംപ്ലൈൻറ്റ് ചെയ്യില്ല. ഇവിടെ വരുന്ന സാധുക്കൾ എങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്യും? ഒന്നാലോചിച്ച് നോക്കി, ഇതിന് പുറകെ നടക്കണ്ടേ? പക്ഷേ ഞങ്ങൾ പൊട്ടിച്ച അരച്ചാക്കായ അരിയാണ് ഞങ്ങൾ കണ്ടത്. ആ ചാക്ക് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, അരച്ചാക്കായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ ചാക്കിലുള്ള ബാക്കി അരി അവിടെ പോയി. ഇതിനകത്തുനിന്നാണ് എനിക്ക് കിട്ടിയത്. ഈ ചാക്കിന് അത് മൂടി വെച്ചേക്കായിരുന്നു, ഇതിനകത്തുനിന്ന് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ആളുകൾക്ക് അരി കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് പരാതി വന്നത്. അങ്ങനെയാണ് നമ്മളിവിടെ വന്നതും. അങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു സ്ഥിരം കസ്റ്റമറാണ് ഇത്. ഫസ്റ്റിലത്തെ സംഭവമാണ് ഇത്. ഉണ്ടല്ലോ, ഞാനൊരിക്കലും നിങ്ങളെ ഇതാക്കാനായിട്ട് പറഞ്ഞല്ല. മോശം രീതിയിൽ കൊടുത്തിട്ടില്ല. ഫസ്റ്റിലത്തെ അനുഭവമാണിത്. അപ്പം തന്നെ ഞാൻ കൊടുക്കേണ്ട, ആരും കൊടുക്കേണ്ട, റിട്ടേൺ സാധാരണ അങ്ങനെ ചെയ്യാം. അരി മോശം. പക്ഷേ ഈ വിഷയത്തിൽ ഞാൻ റേഷൻ ഇൻസ്പെക്ടറെ വിളിച്ചു. അവർ പറയുന്നത് ഇവിടുന്ന് പരാതി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഇവിടെയുള്ള ചേച്ചി നേരത്തെ പറഞ്ഞിരുന്നു ഇറക്കുന്ന സമയത്ത് ഞങ്ങൾ പരാതി പറഞ്ഞതാണ്. ഇറക്കുന്ന സമയത്ത് ഞാനില്ലായിരുന്നു. ചാക്കിൻ്റെ പുറമെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പറയും. പക്ഷേ ആ ചാക്കിൻ്റെ പുറമേക്ക് നോക്കിയാൽ മുഴുവൻ പുഴുവരിച്ച കട്ടകളല്ല തൂങ്ങി കിടക്കുന്നത്. ക്യാമറ തിരിച്ച് കാണിച്ചേ. അവിടെ ഇരിക്കുന്ന പച്ചരി ചാക്ക് മുഴുവൻ പുഴുക്കട്ടയാണ് തൂങ്ങിക്കിടക്കുന്നത്. ഞാനിവിടെ ഇല്ലായിരുന്നു. ഞാനിവിടെ ഉണ്ട്. പിന്നെ നല്ല ചാക്ക് മാത്രമേ ഇറക്കാൻ സമ്മതിക്കില്ല. മോശമാണ് വാരിക്കെട്ടി ചാക്കുണ്ടെങ്കിൽ തന്നെ നമ്മൾ തിരിച്ച് ലോറിക്കാരെടുത്ത്. എന്താ പ്രശ്നം വെച്ചാൽ അടുത്തിരിക്കുന്ന നല്ല ചാക്കിലേക്ക് കൂടെ ഈ പുഴു കയറും. അതൊക്കെ പെട്ടെന്ന് തന്നെ ഒഴിവാക്കും. ഇത് ഒഴിവാക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞത്. മോശാരി കസ്റ്റമർക്ക് ഒരിക്കലും മോശാരി കൊടുക്കണം. ഇവിടെ നിന്ന് മാറ്റി വെക്കാൻ സൗകര്യമുണ്ട് ഈ അരിച്ചാക്കുകൾ. അരിച്ചാക്കുകൾ തന്നെ ഈ റൂമിലേക്ക് മാറ്റി വെക്കാം, അല്ലെങ്കിൽ വണ്ടി വിളിച്ച് അവർക്ക് ഡിപ്പോയിലേക്ക് കൊടുക്കാം. റിട്ടേൺ എടുക്കുന്നവർ പറഞ്ഞിട്ടുണ്ട്. റിട്ടേൺ എടുക്കും. നമ്മളെ മോശാരി ഒരു ചാക്കുണ്ടെങ്കിൽ റിട്ടേൺ എടുക്കാം. നമ്മളെ വണ്ടിക്കാരെടുത്ത് തന്നെ കൊടുത്തുവിടുകയും ചെയ്യും. ഏതായാലും അരി തിരിച്ചെടുക്കും. ഫസ്റ്റിലാണ് ഇവിടെ വരുന്നത്. ഇങ്ങനെ നിങ്ങളുടെ കുറ്റമായിട്ട് ഞങ്ങൾ പറയുന്നതല്ല. അതായത് അങ്ങനെ കണ്ട അത് റിപ്പോർട്ട് ചെയ്യാന്നാണ് നിങ്ങളുടെ നടപടി. അരി ഇവിടെ നീക്കം ചെയ്യാതെ മാറ്റി വെക്കാന്നാണ് നിങ്ങളുടെ നടപടി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളങ്ങനെ ഏതായാലും ഈ മോശമായ അരി കൊടുക്കില്ലെന്ന് കടയുടെ ആൾ തന്നെ പറഞ്ഞിരിക്കുന്നു. ഏതായാലും റേഷൻ ഇൻസ്പെക്ടർ പറഞ്ഞിരിക്കുന്നു മോശമായ അരി മാറ്റി പകരം അരി നൽകുമെന്നും പറഞ്ഞിട്ടുണ്ട് സുജയ.